Hey hello, what's up guys, welcome back to another video. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി Z Fold 6ൻ്റെ റിവ്യൂ വീഡിയോ ആണ്. ബോക്സിൽ വരുന്നത് പേപ്പർ വർക്ക്സ് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ അതിൻ്റെ അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അത് ബോക്സിലില്ല. പിന്നെ സിം ഇജക്റ്റിംഗ് ടൂൾ. ദ ന്യൂ Z Fold 6 ഫോൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ന്യൂ ലുക്ക്, കുറേ കാര്യങ്ങളിൽ റീഡീസൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ Z Fold 6-ൽ 5-നെ അപേക്ഷിച്ച് 6-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ തിക്നെസ് കുറച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതിൽ ഇൻഹാൻഡ് ഫീൽ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ, ക്യാമറ, ഇതിൻ്റെ ക്യാമറ പമ്പ് കൊടുത്തിരിക്കുന്നത് ന്യൂ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഹിഞ്ചസ് കൊടുത്തിരിക്കുന്നത് റീഡീസൈൻഡ് ആയിട്ടുള്ള ന്യൂ ഹിഞ്ചസ് ആണ്. പിന്നെ വരുന്നത് ഡിസ്പ്ലേ ആണ്. ഒരു രക്ഷയില്ലാത്ത 120 ഹെർട്സിൻ്റെ ഡൈനാമിക് അമോലെഡ് 2Xൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 16 മില്യൺസ് കളർ ഡെപ്ത് ഉള്ള ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ 5-നെ അപേക്ഷിച്ച് ക്രീസ് ചെറിയൊരു വ്യത്യാസം, കുറച്ചുകൂടി ക്രീസ് കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതിൽ രണ്ടും ഡൈനാമിക് അമോലെഡ് 2X ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. വളരെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ പെർഫോമൻസ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് Z Fold 6-ൽ കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 8th Gen 3 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. പിന്നെ ഡ്യൂറബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആർമർ അലുമിനിയം ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. 239 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഡ്യുവൽ സിം സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ ഡ്യുവൽ സിം സപ്പോർട്ടഡ് ആണ് Z Fold 6-ൽ വരുമ്പോഴേക്കും. IP48 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് PDF-ലേക്കൊക്കെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. 5.6 mm തിക്നെസ് ആണ് ഇതിൻ്റെ ബോഡിക്ക് വരുന്നത്. സോ വളരെ തിന്നായിട്ടുള്ളൊരു ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആർമർ അലുമിനിയം ആണ്. ബാറ്ററി 4400 mAh ആണ് ഇതിൽ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ ഡേ ബാറ്ററി, ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ബാറ്ററി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 25 watts ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടഡ് ആണ്. ഇതിൻ്റെ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് ഇതിൻ്റെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ കാണാൻ പറ്റും. വാട്സപ്പ് കോളൊക്കെ വരുമ്പോഴേക്കും ഈ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ത്രൂ ആയിരിക്കും. യെസ്, 4 MP അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കേഴ്സ് വരുന്നത് ഡ്യുവൽ സ്പീക്കേഴ്സ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. രണ്ട് സൈഡിലായിട്ട് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ S Pen സപ്പോർട്ടാണ്, പക്ഷേ നമ്മൾ S Pen സെപ്പറേറ്റ് വാങ്ങിക്കണം. സോ ഡിസ്പ്ലേ, ക്യാമറ, അതുപോലെ തന്നെ ഹിഞ്ചസ്, ബോഡി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ബോക്സി ലുക്കാണ്, പക്ഷേ കുറച്ചുകൂടി തിന്നായിട്ടുണ്ട്. കുറച്ചുകൂടി കയ്യിൽ ഒതുങ്ങുന്ന ഒരു കോമ്പാക്ട് ഡിസൈനിലാണ് Z Fold 6 ഇപ്രാവശ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. Z Fold 6-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ AI ഫീച്ചേഴ്സ്, ഒരുപാട് AI ഫീച്ചേഴ്സ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 വേരിയൻറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നത് 256 GB, 512 GB ആൻഡ് 1 TB. സിൽവർ, പിങ്ക്, നേവി. സ്പെഷ്യൽ എഡിഷനിൽ ബ്ലാക്ക്, വൈറ്റ് എന്നീ 2 കളറിൽ സ്പെഷ്യൽ എഡിഷനിൽ വരുന്നുണ്ട്. നമ്മൾ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് സിൽവർ ആണ്. ഒരു 50 MB വൈഡ് ആംഗിൾ, 12 MB അൾട്രാ വൈഡ്, പിന്നെ ഒരു 10 MB ടെലിഫോട്ടോ എന്നിങ്ങനെ 3 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറയുടെ ഈ ഒരു ക്യാമറ ബമ്പിൻ്റെ അവിടുത്തെ റീഡിസൈൻ പുതിയൊരു ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു അഡ്വാൻറ്റേജ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക് ക്യാം ഉപയോഗിച്ച് തന്നെ നമുക്ക് സെൽഫി എടുക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതായത് ആ ഒരു നമ്മുടെ മെയിൻ ക്യാം ഉപയോഗിച്ച് തന്നെ അത്രയും ടോപ്പ് ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് നമ്മുടെ സെൽഫി അല്ലെങ്കിൽ സെൽഫ് വ്ലോഗിംഗ് ഒക്കെ ഈ ഒരു Z Fold 6 കൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയുന്ന മെയിൻ കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ്, അതുപോലെ തന്നെ സമ്മറൈസേഷൻ, പിന്നെ സർക്കിൾ ടു സെർച്ച്, കോൾ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കോൾ ട്രാൻസ്ലേഷൻ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ ചാറ്റ് അസിസ്റ്റ്, അതായത് ലൈവ് ട്രാൻസ്ലേഷൻ. ഇതൊന്നും കൂടാതെ ഈ ഗാലക്സി 6-ൽ നോട്ട് അസിസ്റ്റ്, ഈ നോട്ട് സമ്മറൈസേഷനും നമ്മുടെ PDF-ലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പരിപാടി, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ് അസിസ്റ്റ്, പടങ്ങൾ ജസ്റ്റ് നമ്മൾ നോട്ടിൽ സ്കെച്ച് ചെയ്തിട്ട് അത് നമുക്ക് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ രസകരമായിട്ടുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോട്ടോ ഗാലറിയിൽ തന്നെ ഈ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് അത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാനായിട്ടും അതിൽ ആ ഫോട്ടോസിൽ കുറച്ച് 3D ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഡ്രോ ചെയ്ത് ആഡ് ചെയ്യാൻ, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും സാംസങ് സ്മാർട്ട് കഫേയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. അതൊക്കെയാണ് Z Fold 6-ൻ്റെ മെയിൻ ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.